ഹായ്, ഹലോ, വെൽക്കം ടു ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെട്രോന്റെ ട്രെയിലർ ഇപ്പൊ വന്നിട്ടുള്ളൂ. നമ്മൾ കയ്യോടെ എന്താ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോണാണ്. സോ അധികം ലാഗ് അടിപ്പിക്കണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മറ്റേ ഇപ്പൊ മിക്ക സിനിമയിലും എന്റെ ജയറാം നോക്കി ശ്വാസിക അതുണ്ട്. ഫുള്ള് കൊമേഡിയൻ മോഡാണ്. எதுவுமே சரியா வருது கட்ட பஞ்சாயத்து ரத்தங்கள் ஓடித்தனும் எல்லாத்தையும் நோடியோட விடுதேன் அவளை கிட்டத்தட்ட ஒரு புத்தனோ இல்ல கிட்டத்தட்ட ஒரு அரக்கனோ மாத்திருச்சு. സിറപ്പാണ് തരമാണ് സംഭവം. നമ്മുടെ പേട്ടിലട സന്തോഷ് നാരായണനാണ്. സന്തോഷ് നാരായണൻ അമ്പോ റിപ്പീറ്റ് ആണല്ലേ. உண்மையான போர் வரணும்னு தான் காத்திருக்கும். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தன். വലിയ ട്രെയിലറാണ്. സൂര്യ കാർത്തിക് സുബ്രാജ് പടം. മെയ്യൂന്നാണല്ലോ. മെയ്യൂ എന്തിനും ഇറങ്ങൂല. എങ്ങനെ ഉണ്ടായിരുന്നു പടം? കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് പോലെ, നല്ല കളർഫുൾ ആയിട്ടുള്ളത്. സുബരാജിന്റെ പടം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഒരു വൈബായിരിക്കും പടം മൊത്തം. അതും നമ്മുടെ മലയാളികൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ജോജുവിനെയൊക്കെ പിടിച്ചതാണ്. എനിക്ക് തോന്നുന്നത് പുള്ളിനത് വില്ലനായിട്ടാണ് തോന്നുന്നു, മെയിൻ വില്ലന്മാരിൽ ഒരാളാന്ന് തോന്നുന്നു. ആയിരിക്കും, മിക്കവാറായിരിക്കും. എനിക്ക് സ്റ്റോറി വെച്ചിട്ട് തോന്നുന്നത് മറ്റേ എന്താ പറയാ, ഗ്യാങ്സ്റ്റർ ആയിട്ട് ഇരുന്നിട്ട് അവൾക്ക് വേണ്ടിട്ട് നന്നായി വീണ്ടും ഗ്യാങ്സ്റ്റർ ആവണ ഒരു സീനാണെന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും തോന്നുന്നു. പിന്നെ പുള്ളിയുടെ സുബരാജിന്റെ പ്രശ്നം പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, പ്രത്യേകത എന്ന് പറഞ്ഞാല് സ്റ്റോറി അല്ല മുഖ്യം, പുള്ളിയുടെ മേക്കിംഗ് അതിലാണ്. പുള്ളി മേക്കിംഗ് വെച്ച് പറഞ്ഞാൽ തകർത്ത് തരുന്ന ഒരു ഗ്ലാഡിയേറ്റർ പോലത്തെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഗ്ലാഡിയേറ്റർ ഉദ്ദേശിച്ച റിങ്ങിന്റെ ഉള്ളിൽ ആൾക്കാർ ഇങ്ങനെ അതിനകത്ത് അവനൊരു വെപ്പണായിട്ട് കയറി ഷോട്ട് ഉണ്ടല്ലോ, അത് പക്കാ ടാരന്റീനോ വൈബാണ്. കാരണം ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് ഇല്ലേ, അതിൽ ആ വടിയും പിടിച്ച് ഇറങ്ങി വരുന്ന സീനിലല്ല, ആ ബാസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി വരുന്ന സീൻ ആദ്യ ഷോട്ടാണ്. ഷോട്ടല്ല, സീൻ വൈസ് കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കണം. മെയ് 1 ഇല്ല, ഇത് പേപ്പറിലല്ലേ, മെയ് 1 18 അപ്പൊ നല്ല എക്സൈറ്റ്മെന്റ് ആണ്. മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ്, സാനയുടെ മ്യൂസിക്കാണ്. ഉറപ്പാണ് തകർക്കും എന്നുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ, വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ മെയ് ശരിയാ, എന്ത് രസമാണ് കാണാൻ. അതാണ് ഇങ്ങനെ കിട്ടുമ്പോ ഇപ്പൊ നമ്മള് കാലയിലുള്ള രജനീകാന്തിന്റെയും പേട്ടയിലുള്ള രജനീകാന്തിനും നമുക്ക് ഡിഫറൻസ് ചെയ്യാൻ പറ്റണ സുബരാജിന്റെ പടമാണ്. ഡയലോഗും ഉണ്ട്, എനിക്ക് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉള്ളി ഡെലിവറി ചെയ്തിട്ടുണ്ട്. സൂര്യ അടിപൊളിയായിട്ട്. ഒരു കോമിക് ലുക്കാണ്, അതന്നെ ഒരു കോമിക് ലുക്കാണ്. നല്ല റോളായാൽ മതി, ഗെയിം ചേഞ്ചറിനെ പോലെ കൊണ്ടുപോയിട്ട് ഉള്ള വില കളയാണ്ടിരുന്നാ മതി.
പുള്ളി തകർക്കും. പുള്ളിക്ക് കിട്ടുന്ന റോള് പുള്ളിയുടെ റോൾ പുള്ളി നന്നായിട്ട് ചെയ്യും. തമിഴിലാണെങ്കിലും പ്രത്യേകിച്ച് പുള്ളി തകർക്കും. സോ വെയിറ്റിംഗ് ആണ്. മെയ് 1 ആവട്ടെ, പെട്ടെന്ന് മെയ് 1 ആവട്ടെ എന്ന് വിചാരിക്കുന്നു. സോ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ബൈ.